ഈ അപകടം നടന്നതിന് ശേഷവും ഇതിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കുന്നില്ല. കോർപ്പറേഷനും റെയിൽവേയും അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. പരസ്പരം പഴിചാരുകയാണ് ഇരുകൂട്ടരും. സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഭക്ഷണത്തിന് വകതേടി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു സാധു മനുഷ്യൻ അപകടത്തിൽപ്പെട്ടിട്ടും ഉത്തരവാദികളാരെന്ന തർക്കത്തിലാണ് അധികാരികൾ. അപകടം നടന്ന സ്ഥലം റെയിൽവേയുടെ അധീനതയിലാണ്. അപകടത്തിന്റെ ഉത്തരവാദികൾ റെയിൽവേ ആണെന്നാണ് തിരുവനന്തപുരം നഗരസഭയുടെ നിലപാട്. ജൂൺ 19 തന്നെ തോട് വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയിരുന്നു. മിനിസ്റ്റർ ഇപ്പോൾ ഇവിടെ കളക്ടറുമായി നടത്തിയ സംഭാഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് റെയിൽവേയുടെ ഒരു സൂപ്പർവിഷനും ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് തവണ റെയിൽവേയുടെ ഹയർ അതോറിറ്റീസുമായി നിരന്തരം നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം അവർ ചെയ്തത്. റെയിൽവേയുടെ ഭാഗത്തുള്ള തോട്ടിൽ നിന്നും മാലിന്യം നീക്കം ചെയ്യാൻ കോർപ്പറേഷനെയോ സർക്കാരിനെയോ അനുവദിക്കാറില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. അപകടത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി കളക്ടറോട് ആവശ്യപ്പെട്ടു. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തോട് വൃത്തിയാക്കിയത് കോർപ്പറേഷനാണെന്നാണ് റെയിൽവേയുടെ വിശദീകരണം. അപകടത്തിൽപ്പെട്ട ജീവനക്കാരനുമായി ബന്ധമില്ലെന്നും ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ അറിയിച്ചു. അപകടത്തിൽ കോർപ്പറേഷനെ കുറ്റപ്പെടുത്തി BJP രംഗത്തെത്തി. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചു. 24 തിരുവനന്തപുരം. പ്രജൽ, ഞാൻ ഈ കമന്റ് ബോക്സിലൂടെ പോകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ജോയിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സുലൈമാൻ ചോദിക്കുന്നുണ്ട്, എന്തായോ ആവോ ജോയിയുടെ അവസ്ഥ. BIA എന്നുള്ള ഐഡിയിൽ നിന്ന് ക്യാൻ ഐ മാൻ സർവൈവ് അണ്ടർ വാട്ടർ ഓർ കനാൽ ഫോർ ലേൺ അവേഴ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അബ്ദുൾ റഹീം പറയുന്നു, ഒരു അപകടവും കൂടാതെ ആ പാവത്തിനെ രക്ഷപ്പെടുത്തണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുന്നു. മിനി ബാബു പറയുന്നു, സാധാരണ ഈ സമയത്ത് വാർത്ത കാണിക്കുമ്പോൾ ബോറാകുമായിരുന്നു. അതായത് സാധാരണ ഇത്തരം വാർത്തകളല്ലല്ലോ നമ്മുടെ ഷോയിൽ ഉണ്ടാവുക. പക്ഷേ ഇന്ന് ഈ വാർത്ത തന്നെ കാണിക്കണേ എന്ന് പ്രേക്ഷകർ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു. 11:30 ഈ പരിപാടി അവസാനിക്കുമ്പോൾ എങ്കിലും ജോയിയെ കിട്ടട്ടെ എന്ന് പ്രത്യാശിക്കുന്ന ഒരുപാട് പേർ, മിനി ബാബുവിനെ പോലെ ഒരുപാട് പേർ, രമ്യയെ പോലെ, വിരാൻ PK പോലെ, ഷെറിനെ പോലെ, അങ്ങനെ ഒരുപാട് പേർ ഇങ്ങനെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം. എന്നാലും ആ പരിശ്രമം അവിടെ തുടരുന്നുമുണ്ട്. മറ്റു വാർത്തകളെ നമ്മൾ മാറ്റി നിർത്തില്ല. ആ വാർത്തകളിലേക്കും കൂടി നമ്മൾ പോകുന്നുണ്ട്. ആ വാർത്തകൾ കൂടി അറിയുന്നു. ഇപ്പോൾ നേരത്തെ ഒരാൾ പറയുന്നത് കണ്ടു, രാവിലെ മോർണിംഗ് ഷോ കണ്ടതിന് ശേഷം പിന്നീട് വാർത്തകളൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പം അത്തരം ആൾക്കാർ കൂടി ഉണ്ട് നമ്മുടെ പ്രേക്ഷകരായി. അവരിലേക്കാണ് നമ്മൾ ഈ 1 മണിക്കൂർ നേരം വാർത്തകൾ, പ്രധാനപ്പെട്ട വാർത്തകൾ ഡീറ്റെയിൽ ആയി ഒക്കെ എത്തിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.